ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടി20 പരമ്പരയിൽ രണ്ടാം മത്സരം കൂടി വിജയിച്ച് ടീം ഇന്ത്യ 2-0 പരമ്പരയിൽ ലീഡ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ടീം ഇന്ത്യയുടെ 3 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ BCCI. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ ഇന്നലെ രണ്ടാം മത്സരം വിജയിച്ചതിന് ശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രതികരണവുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്ക് മൂലം പരമ്പരയിൽ കളിക്കാനാവാത്ത സാഹചര്യത്തിൽ രമൺദീപ് സിംഗിനെയും ശിവം ദുബെയും ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പുറംവേദന മൂലം റിങ്കു സിംഗിനെ പരമ്പരയിലെ 3-ാം ടി20 മത്സരത്തിൽ നിന്ന് വിശ്രമം അനുവദിച്ച സാഹചര്യത്തിലാണ് ശിവം ദുബെയെ കൂടി ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിക്കിൽ നിന്ന് മോചിതനാവാനുള്ള ചികിത്സയ്ക്കായി നിതീഷ് കുമാർ റെഡ്ഡി ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പോയിരിക്കുകയാണ്. ചെന്നൈയിൽ നടന്ന രണ്ടാം ടി20ക്ക് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെയാണ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്കേറ്റത്. കൊൽക്കത്തയിൽ നടന്ന ആദ്യ മത്സരത്തിൽ നിതീഷിന് പ്ലേയിങ് 11ലേക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച രാജ്കോട്ടിൽ നടക്കുന്ന 3-ാം ടി20ക്ക് മുന്നോടിയായി ശിവം ദുബെ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും. മുംബൈക്കായി രഞ്ജി ട്രോഫിയിൽ കളിക്കുകയായിരുന്ന ശിവം ദുബെ ജമ്മു കാശ്മീരിനെതിരായ മത്സരത്തിൽ 2 ഇന്നിംഗ്സുകളിലും റൺസൊന്നും എടുക്കാതെയായിരുന്നു പുറത്തായത്. ഈ 2 മാറ്റങ്ങളോട് കൂടിയ പുതിയ സ്ക്വാഡിനെയാണ് ഇപ്പോൾ ബാക്കിയുള്ള 3 മത്സരങ്ങൾക്കായി ടീം ഇന്ത്യ പരിഗണിക്കുക. മറുഭാഗത്ത് രണ്ടാം ടി20യിൽ ടീം ഇന്ത്യക്ക് ആവേശകരമായൊരു വിജയം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ കാര്യത്തിൽ 2 വിക്കറ്റിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. 72 റൺസുമായി പുറത്താകാതെ നിന്ന് ഇന്ത്യയുടെ വിജയശില്പി ആയതിനോടൊപ്പം തന്നെ ടി20 ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡും തിലക് വർമ്മ നേടിയിട്ടുണ്ട്. ടി20 ക്രിക്കറ്റിൽ ICC പൂർണ്ണ അംഗത്വമുള്ള രാജ്യങ്ങളിലെ താരങ്ങളിൽ പുറത്താകാതെ 300 റൺസിലേറെ അടിക്കുന്ന ആദ്യ കളിക്കാരനെന്നുള്ള റെക്കോർഡാണ് തിലക് സ്വന്തമാക്കിയത്. അവസാനം കളിച്ച 4 ടി20 മത്സരങ്ങളിൽ തിലകിനെ പുറത്താക്കാൻ എതിരാളികൾക്ക് സാധിച്ചിട്ടില്ല. 56 പന്തിൽ 107, 47 പന്തിൽ 107, 19 ഇംഗ്ലണ്ടിനെതിരെ 72 എന്നിങ്ങനെയാണ് തിലകിന്റെ അവസാന 4 മത്സരങ്ങളിലെ ബാറ്റിംഗ് പ്രകടനങ്ങൾ. 4 ഇന്നിംഗ്സുകളിലായി പുറത്താകാതെ 318 റൺസാണ് തിലക് വർമ്മ അടിച്ചെടുത്തിരിക്കുന്നത്. മറുഭാഗത്ത് ഇന്നലെ മത്സരശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ ഒരു പ്രതികരണം കൂടി എത്തിയിരുന്നു. യുവതാരങ്ങളിൽ താൻ അർപ്പിച്ച വിശ്വാസത്തിന് 100% റിസൾട്ടാണ് ഓരോ മത്സരങ്ങൾക്ക് ശേഷവും നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഗംഭീർ പറഞ്ഞത്. ഒരേ സമയത്ത് തന്നെ ആക്രമിച്ച് കളിക്കാനും സ്റ്റാൻഡ് ചെയ്ത് കളിക്കാനും തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും പക്വതയാർന്ന ഇന്നിംഗ്സാണ് തിലക് വർമ്മ കാഴ്ചവെച്ചത്. ബൗളിംഗിലും ബാറ്റിംഗിലും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗിൽ നിരാശപ്പെടുത്തിയതിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഗംഭീറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ഓപ്പണിംഗ് ജോഡിയെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനോടകം തന്നെ തങ്ങളുടെ കഴിവെന്താണെന്നും ടീമിനു വേണ്ടി എങ്ങനെ സംഭാവന നൽകണമെന്നും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എന്നുള്ള ഹാസ്യരൂപേണയുള്ളൊരു മറുപടിയായിരുന്നു ഗംഭീറിന്റെ ഭാഗത്തു നിന്നും വന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയിലെ മികച്ച പ്രകടനങ്ങൾ ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരെ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം തുറന്നിട്ടേക്കാം. പരമ്പരയിലെ 3-ാം മത്സരം ചൊവ്വാഴ്ച രാജ്കോട്ടിൽ വെച്ചാണ് നടക്കാനായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.